അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ അടുത്ത പാഠത്തിലേക്ക് കടക്കുകയാണ്. ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് ഫസ്റ്റ്. ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് എന്ന കഥയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു. നിങ്ങളിപ്പോൾ കാണുന്ന ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഒരു മല, ആ മലയുടെ മുകളിൽ ഒരു മനുഷ്യൻ്റെ മുഖം കാണുന്ന രൂപത്തിൽ പാറകൾ ഇങ്ങനെ അടുക്കി നിൽക്കുന്നുണ്ട്. അത് ആ നാട്ടിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിത്വം ആണ് എന്നാണ് ആ നാട്ടുകാർ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി, ആ കുട്ടിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അങ്ങനെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ ബിഫോർ യു റീഡ്, seen from a distance, hilltops and huge rocks seem to assume various shapes. They may resemble an animal or an human figure. People attribute stories to these shapes. Some stories come true, others don't. The great stone face is one such shape that reminds the inhabitants of Valley of a prophecy. What was it? Did it come true? സീൻ ഫ്രം എ ഡിസ്റ്റൻസ്, ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ, ഹിൽ ടോപ്സ് ആൻഡ് ദ റോക്സ്, മലമുകളുകളും പാറകളുമൊക്കെ, സീംസ് ടു അസ്യൂം, അത് സീം കാണപ്പെടുന്നുണ്ട്, ടു അസ്യൂം തോന്നാൻ, ഊഹിക്കാനൊക്കെ, വാരിയസ് ഷേപ്സ്, വ്യത്യസ്തമായ ഷേപ്പുകൾ. ദേ മേ റിസംബിൾ, അവ തോന്നിയേക്കാം. റിസംബിൾ എന്ന് പറഞ്ഞാൽ തോന്നുക. എന്തിനോട് തോന്നിയേക്കാം? അനിമൽ, ഒരു മൃഗത്തോട് തോന്നും. മലയുടെ മുകളിൽ നോക്കുമ്പോൾ ചില മൃഗങ്ങളെപ്പോലെ തോന്നും പാറകൾ കൂടി കണ്ടാൽ. ഒരു ഹ്യൂമൻ ഫിഗർ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഫിഗർ, ഒരു രൂപം. പീപ്പിൾ, ജനങ്ങൾ ആട്രിബ്യൂട്ട് നൽകുന്നു സ്റ്റോറീസ് ടു ദീസ് ഷേപ്സ്, ഈ ഷേപ്പുകൾ, അതിനൊരു പല സ്റ്റോറികളും പലരും നൽകുന്നുണ്ട്. സം സ്റ്റോറീസ് കം ട്രൂ, ചില കഥകൾ സത്യമായി പുലരാറുണ്ട്. അതേഴ്സ്, വേറെ ചില കഥകൾ ഡോണ്ട്, അത് സത്യമായി പുലരാറില്ല. ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ്, അപ്പോൾ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് എന്നത്, അതല്ലേ, വലിയ കൽ മുഖം, അല്ലേ, ഈസ് വൺ സച്ച് ഷേപ്പ് ദാറ്റ് റിമൈൻഡ്സ് ദ ഇൻഹാബിറ്റൻസ് എന്ന് പറഞ്ഞാൽ താമസക്കാർ, ഓഫ് ദ വാലി, ഈ വാലിയിലെ, താഴ്വരയിലെ താമസക്കാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓഫ് എ പ്രൊഫസി, വലിയ ഒരു പ്രൊഫസി എന്ന് പറഞ്ഞാൽ പ്രവചനം. വാട്ട് വാസ് ഇറ്റ്, എന്തായിരുന്നു ആ പ്രവചനം? ഡിഡ് ഇറ്റ് കം ട്രൂ, അത് സത്യമായി സംഭവിച്ചിട്ടുണ്ടോ? എന്താണ് പ്രവചനം എന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡിഡ് ഇറ്റ് കം ട്രൂ, അത് പ്രവചനം സത്യമായി സംഭവിച്ചോ എന്നതിനെക്കുറിച്ച് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. വൺ ആഫ്റ്റർനൂൺ, ഒരു വൈകുന്നേരം, വെൻ ദ സൺ വാസ് ഗോയിങ് ഡൗൺ, സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന സമയത്ത്, എ മദർ ആൻഡ് ഹെർ ലിറ്റിൽ ബോയ് സാറ്റ് അറ്റ് ദ ഡോർസ് ഓഫ് ദെയർ കോട്ടേജ്, അവരുടെ കോട്ടേജിൻ്റെ ഡോറിൻ്റെ അടുത്ത് ഒരു അമ്മയും മകനും ഇരുന്നു. കോട്ടേജ് എന്നാൽ ചെറിയ വീട്. ടോക്കിംഗ് അബൌട്ട് ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ്, ഗ്രേറ്റ് സ്റ്റോൺ ഫേസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട്. ദേ ഹാഡ് ഓൺലി ടു ലിഫ്റ്റ് ദെയർ ഐസ്, അവർക്ക് അവരുടെ തല, അല്ല, കണ്ണുകളൊന്ന് ഉയർത്തിയാൽ മതിയായിരുന്നു. ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഉയർത്തുക, നമ്മൾ ലിഫ്റ്റുകൾ പരിചയമുണ്ടല്ലോ. ആൻഡ് ദർ ഇറ്റ് വാസ്, അവിടെ ഉണ്ടായിരുന്ന ആ ഉയർത്തുന്ന സ്ഥലത്ത്, പ്ലെയിൻ ടു ബി സീൻ, കാണാൻ വളരെ പ്ലെയിനായിട്ട്, വ്യക്തമായിട്ട്. ദോ ദ മൈൽസ് അവേ, വളരെ കിലോമീറ്ററുകൾ ദൂരത്താണെങ്കിലും കാണാൻ വളരെ കൃത്യമായിരുന്നു. വിത്ത് ദ സൺഷൈൻ, സൂര്യപ്രകാശം, ബ്രൈറ്റനിങ് ആൾ ഇറ്റ്സ് ഫീച്ചേഴ്സ്, അതിൻ്റെ എല്ലാ രൂപങ്ങളും രീതിയിലും പ്രകാശിപ്പിച്ചുകൊണ്ട് അവർക്ക് ആ രൂപം വളരെ കൃത്യമായിട്ട് കാണാമായിരുന്നു. നെക്സ്റ്റ് പേജ്. ആൻഡ് വാട്ട് വാസ് ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ്, എന്താണ് ഈ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് എന്ന് പറയുന്നത്? ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് വാസ് എ വർക്ക് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ നേച്ചറിലെ, പ്രകൃതിയുടെ ഒരു പ്രവർത്തനമാണ്. ഫോംഡ് ഓൺ ദ പെർപെൻഡിക്കുലർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ, പെർപെൻഡിക്കുലർ എന്നാൽ കുത്തനെയുള്ള, മലയുടെ കുത്തനെയുള്ള ഭാഗത്ത് രൂപപ്പെട്ട. ബൈ സം ഇമ്മൻസ് റോക്സ്, റോക്ക് പാറ, അല്ലേ, സം ഇമ്മൻസ് റോക്സ്, വലിയ പാറകളാൽ രൂപപ്പെട്ട ഒരു ഷെയ്പ്പാണ് ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് എന്ന് പറയുന്നത്. വിച്ച് ഹാഡ് ബീൻ ത്രോൺ ടുഗദർ സോ ദാറ്റ് വെൻ വ്യൂഡ് അറ്റ് എ പ്രോപ്പർ ഡിസ്റ്റൻസ് they resembled the features of a human face.
വിച്ച് ഹാഡ് ബീൻ ത്രോൺ, അവയെല്ലാം ഇങ്ങനെ എറിയപ്പെട്ട രീതിയിലാണ് ടുഗദർ, കൂട്ടമായിട്ട് ടുഗദറിലെ ഒരുമിച്ച്. സോ ദാറ്റ് ഒരു രൂപത്തിൽ, സോ ദാറ്റ് എങ്ങനെയെന്നാൽ അല്ലേ, വൻ വ്യൂഡ് അറ്റ് എ പ്രോപ്പർ ഡിസ്റ്റൻസ്, ഒരു പാകമായ ദൂരത്ത് നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ദേ റിസംബിൾ, അവ തോന്നിപ്പിക്കും ദ ഫീച്ചേഴ്സ് ഓഫ് എ ഹ്യൂമൻ ഫേസ്, ഒരു മനുഷ്യമുഖത്തിൻ്റെ ഫീച്ചറുകൾ, അതിൻ്റെ ഭാവങ്ങൾ ഒക്കെ, പ്രത്യേകതകളൊക്കെ അതിൽ കാണാൻ പറ്റും. ഇഫ് ദ സ്പെക്ടാക്ടർ, ഇനിയൊരു കാഴ്ചക്കാരൻ അപ്രോച്ച്ഡ് ടു നിയർ, വളരെ അടുത്തേക്ക് കൂടുതലെടുത്താൽ, ഹീ ലോസ്റ്റ് ദ ഔട്ട്ലൈൻ ഓഫ് ദ എനോമസ് ഫേസ് അല്ലേ, ഹീ ലോസ്റ്റ്, അവന് നഷ്ടപ്പെടും ദ ഔട്ട്ലൈൻ, രൂപം ഓഫ് ദ എനോമസ് ഫേസ്, വലിയ എനോമസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് അല്ലേ, വലിയ ഫേസിൻ്റെ ആ രൂപം നഷ്ടപ്പെടും. നമ്മൾ ആ പാറയിലേക്ക് കയറുകയോ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുകയോ ചെയ്താൽ ആ ഫേസിൻ്റെ രൂപം കാണില്ല, ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ആൻഡ് കുഡ് സി ഓൺലി ഹീപ്പ് ഓഫ് ജൈജാൻറ്റിക് റോക്സ് അല്ലേ, അവിടെ എത്തിയാൽ ഓൺലി കുഡ് സി, കാണാൻ പറ്റും, ഓൺലി എ ഹീപ്പ്, ഒരു കൂമ്പാരം ഓഫ് ജൈജാൻറ്റിക് റോക്സ്, വലിയ പാറകളുടെ ഒരു കൂമ്പാരം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പൈൽഡ്, അവ ഇങ്ങനെ കൂട്ടപ്പെട്ടിട്ടുണ്ട്, വൺ അപ്പോൺ അനദർ, ഒന്ന് മറ്റൊന്നിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കൂട്ടപ്പെട്ട പാറകളുടെ കൂട്ടമായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. ബട്ട്, പക്ഷേ സീൻ ഫ്രം ഡിസ്റ്റൻസ്, അതിങ്ങനെ കുറച്ച് ദൂരത്ത് നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ദ ക്ലൗഡ്സ് ക്ലസ്റ്ററിങ് എബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത്, ഈ ക്ലൗഡുകളൊക്കെ, മേഘങ്ങൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുന്നതായിട്ട് കാണുകയാണെങ്കിൽ, ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് സീംഡ് പോസിറ്റീവ്ലി അല്ലേ, ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ടു ബി അലൈവ്, അതിങ്ങനെ അലൈവായിട്ട്, സജീവായിട്ട്, ഒരു ജീവിക്കുന്ന ആളെപ്പോലെ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് വാസ് ദ ബിലീവ് ഓഫ് മെനി പീപ്പിൾ ദാറ്റ്, ആ നാട്ടിലെ കൂടുതൽ ആളുകളുടെയും വിശ്വാസമായിരുന്നു. ബിലീഫ് എന്നാൽ വിശ്വാസമല്ലേ, ഐ ബിലീവ് ഇൻ അള്ളാഹ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു നമ്മൾ പറയാറില്ലേ, അപ്പോൾ ബിലീഫ്. ഇറ്റ് വാസ് ദ ബിലീഫ് ഓഫ് മെനി പീപ്പിൾ, കൂടുതൽ ആളുകളുടെയും വിശ്വാസമായിരുന്നു. ദാറ്റ് എന്തെന്നാൽ ദ വാലി ഔട്ട്, വാലി കടപ്പെട്ടിട്ടുണ്ട്, അവരുമായിട്ട് കടപ്പെടുക എന്ന് നമ്മൾ പറയില്ലേ, മച്ച് ഓഫ് ഇറ്റ്സ് ഫെർട്ടിലിറ്റി, അതിൻ്റെ ഈ ഫലപുഷ്ടത അതിന് കടപ്പെട്ടിട്ടുണ്ട്. ടു ദ ബെനിൻ ഫേസ്, ആ ബെനിൻ ഫേസിനോട് കടപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, ബെനിൻ സൈഡിൽ എഴുതിയിട്ടുണ്ട് കൈൻഡ്, ജെൻറ്റിൽ അല്ലേ, ദയുള്ള ആ രൂപത്തോട് കടപ്പെട്ടിട്ടുണ്ട്. ദാറ്റ് വാസ് കണ്ടിന്യൂലി ബീമിങ് ഓവർ ഇറ്റ്, ആ മുഖം കണ്ടിന്യൂലി തുടർച്ചയായിട്ട് ബീമിങ് ഓവർ ഇറ്റ്, ആ വാലിയുടെ മേൽ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാലിയുടെ മേൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ മുഖത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ആ നാട്ടിൽ ഇത്രമാത്രം ഐശ്വര്യങ്ങൾ ഉണ്ടായത് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. നോക്കൂ, നമ്മൾ ഇതുവരെ പറഞ്ഞ ചില വാക്കുകളുടെ മീനിങ്സ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ക്ലിഫോ റോക്ക് ഫേസോ അല്ലേ, അത് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ റൈസിങ് വെരി സ്റ്റീപ്ലി അല്ലേ, വളരെ കുത്തനെയായിട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കുക എന്നാണ്. ഇമ്മൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഹ്യൂജ്, വളരെ വലുത്. എനോമസ് എന്ന് പറയും, വെരി ബിഗ് അല്ലേ. ജൈജാൻറ്റിക് എന്ന് പറയും, ഇമ്മൻസ്. ഇതൊക്കെ ഏകദേശം ഒരേ വാക്കുകൾ തന്നെയാണ്, ഒരേ അർത്ഥത്തിലുള്ള വ്യത്യസ്തമായ വാക്കുകളാണ്. അതിൻ്റെ വൊക്കാബുലറികൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തത്. ക്ലസ്റ്ററിങ് അല്ലേ, ഗ്യാതറിങ്, നമ്മൾ SKSFൻ്റെ ഒക്കെ ക്ലസ്റ്റർ എന്ന് കേട്ടിട്ടില്ലേ. ക്ലസ്റ്റർ എന്നാൽ കൂടി നിൽക്കുന്നത്. ബെനീൻ എന്ന് പറഞ്ഞാൽ കൈൻഡ് ഫേസ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഒരു അമ്മയും മകനും ഇരിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എ മദർ ആൻഡ് ഹെർ ലിറ്റിൽ ബോയ്, ഒരു അമ്മയും അവരുടെ കൊച്ചു കുട്ടിയും. ആസ് വി സെഡ് ഏർലിയർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ സാറ്റ് അറ്റ് ദ ഡോർ ഓഫ് ദെയർ കോട്ടേജ്, അവരുടെ കോട്ടേജിൻ്റെ ഡോറിൻ്റെ മുന്നിൽ അവരിരുന്നു. ഗെയ്സ് എന്നാൽ തുറിച്ച് നോക്കുക എന്നർത്ഥം. ഗെയ്സിങ് അറ്റ് ദി ഗ്രേറ്റ് സ്റ്റോൺ ഫേസിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട്, ആൻഡ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് അവിടെ ഇരുന്നു. ദ ചൈൽഡ്സ് നെയിം വാസ് ഏണസ്റ്റ് അല്ലേ, ഏണസ്റ്റ് എന്നായിരുന്നു കുട്ടിയുടെ പേര്. മദർ ഹി സെഡ്, അവന് പറയാണ് അമ്മയോട്,
വൈൽ ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് സ്മൈൽഡ് ഓൺ ഹിം, അല്ലേ? പറഞ്ഞത് എന്താണെന്ന് വരുന്നുള്ളൂ. വൈൽ ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് സ്മൈൽഡ് ഓൺ ഹിം, വലിയ ആ മനുഷ്യ കൽമുഖം അവൻ്റെ നേരെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഐ വിഷ് ദാറ്റ് ഇറ്റ് വുഡ് സ്പീക്ക്, ഞാൻ താല്പര്യപ്പെടുകയാണ് ആ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് സംസാരിക്കുന്നു. ഇറ്റ് കുഡ് സ്പീക്ക്, അതിന് സംസാരിക്കാൻ കഴിയുന്നു. ഫോർ ഇറ്റ് ലുക്സ് സോ വെരി കൈൻഡ്ലി, കാരണം അത് വെരി കൈൻഡ്ലി, വളരെ ദയുള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട്. ദാറ്റ് ഇറ്റ്സ് വോയിസ് മസ്റ്റ് ഇൻഡീഡ് ബി പ്ലസൻറ്റ്, അതിൻ്റെ ശബ്ദവും വളരെ രസമുള്ളതായിരിക്കും, അതുകൊണ്ട് അത് സംസാരിക്കുന്നതാണ് ഞാൻ കരുതുന്നത് അവന്. ഫോർ ഇറ്റ് ലുക്സ് സോ വെരി കൈൻഡ്ലി ദാറ്റ് ഇറ്റ്സ് വോയിസ് മസ്റ്റ് ഇൻഡീഡ് ബി പ്ലസൻറ്റ്, അല്ലേ? വളരെ സന്തോഷമുള്ളതായിരിക്കും തീർച്ചയായും. ഇൻഡീഡ് എന്നാൽ തീർച്ചയായും. ഇഫ് ഐ എവർ സീ എ മേൻ, ഞാൻ ഒരാളെ കാണുകയാണെങ്കിൽ, വിത്ത് സച്ച് എ ഫേസ്, ഞാൻ അങ്ങനെയുള്ളൊരു മുകളിൽ ഒരാളെ കാണുകയാണെങ്കിൽ, ഐ ഷുഡ് ലവ് ഹീം വെരി മച്ച്, ഞാൻ അയാളെ വളരെ ഇഷ്ടപ്പെടും എന്ന് മകന് അമ്മയോട് പറയാണ്. ഐ ഷുഡ് ലവ് ഹീം വെരി മച്ച്, ഞാൻ അതിനെ വളരെ ഇഷ്ടപ്പെടും. ഇഫ് എൻ ഓൾഡ് പ്രൊഫസി ഷുഡ് കം ടു പാസ്, ആൻസേർഡ് ഹിസ് മദർ. ശരി, ഇഫ് ആണെങ്കിൽ, എൻ ഓൾഡ് പ്രൊഫസി, പണ്ടുണ്ടായിരുന്ന ഒരു പ്രവചനമാണെങ്കിൽ, ഷുഡ് കം ടു പാസ്, അത് നടക്കുകയാണെങ്കിൽ എന്നർത്ഥം. കം ടു പാസ് എന്ന് പറഞ്ഞാൽ, പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തൂടെ പോവുക, അല്ലേ? അത് നടക്കുകയാണെങ്കിൽ, അല്ലേ? ആൻസേർഡ് ഹിസ് മദർ, അമ്മ അവന് മറുപടി കൊടുത്തു. പണ്ട് അങ്ങനെ ഒരു പ്രൊഫസി ഉണ്ട്, ഇവിടെ ഒരാൾ ഇവിടുത്തെ നമ്മളെ നേരത്തെ പറഞ്ഞ ആ പ്രൊഫസി അമ്മ മോന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കതിങ്ങനെ അയാൾ ഇഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യാം. വി മേ സീ എ മാൻ sometime with exactly such a face as that. അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെ ഒരു ചെറിയ നാട്ടിൽ പറഞ്ഞു വരുന്ന ഒരു വിശ്വാസമാണ് അത്, അമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വി മസ്റ്റ് സീ എ മാൻ, നമുക്കൊരാളെ കാണാം, സംടൈം ചിലപ്പോൾ, വിത്ത് എക്സാക്ട്ലി സച്ച് എ ഫേസ് ആസ് ദാറ്റ്, അതേ മുകളിലുള്ള ഒരാളെ നമുക്ക് കാണാം. വാട്ട് പ്രൊഫസി ഡു യു മീൻ ഡിയർ മദർ, അമ്മേ എന്ത് പ്രൊഫസിയാണ്, പ്രവചനമാണ് നിങ്ങൾ അർത്ഥമാക്കുന്നത്? ഈഗേർലി ഇൻക്വയർഡ് ഏർണസ്റ്റ്, ഇൻക്വയർഡ് എന്നാൽ ആസ്ക്ഡ് എന്നർത്ഥം. ഈഗേർലി വളരെ താല്പര്യത്തോടു കൂടി ഏർണസ്റ്റ് ചോദിച്ചു. പ്ലീസ് ടെൽ മീ അബൌട്ട് ഇറ്റ്, അമ്മ എനിക്കതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരൂ. ടെൽ മീ അബൌട്ട് ഇറ്റ്. സോ ഹിസ് മദർ ടോൾഡ് ഹിം, അങ്ങനെ അതിനാൽ അവൻ്റെ അമ്മ അവന് പറഞ്ഞു കൊടുത്തു. എ സ്റ്റോറി, ഒരു കഥ. ഏതാണ് ആ കഥ? So his mother told him a story that her own mother had told her. അവളുടെ അമ്മയുടെ അമ്മക്ക് പറഞ്ഞു കൊടുത്ത കഥ അതങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. When she herself was younger than little Ernest, ചെറിയ ഏണസ്റ്റിനേക്കാൾ ആ അമ്മ ചെറുതായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ അമ്മ പറഞ്ഞു കൊടുത്ത കഥ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. ദാറ്റ് എന്തെന്നാൽ, അറ്റ് സം ഫ്യൂച്ചർ ഡേ, ഭാവിയിൽ ഒരു ദിവസം, എ ചൈൽഡ് ഷുഡ് ബി ബോൺ, ഒരു കുട്ടി ജനിക്കും. കുട്ടി ജനിക്കുന്നു മാത്രമല്ല, നിയർ ഹിയർ, ഇതിൻ്റെ അടുത്ത്, ഹു വാസ് ഡെസ്റ്റീൻഡ് ടു ബിക്കം, അദ്ദേഹത്തിന് ഡെസ്റ്റീൻഡ്, അല്ലേ? ഡെസ്റ്റിനി ഉള്ളവനാണ് എന്ന് പറഞ്ഞാൽ, ഡെസ്റ്റിനി എന്നാൽ ദൈവനിശ്ചയം. ഹു വാസ് ഡെസ്റ്റീൻഡ്, അവന് ദൈവനിശ്ചയം നൽകപ്പെട്ടനാണ്, ടു ബിക്കം, ആവാൻ, ദി ഗ്രേറ്റസ്റ്റ് ആൻഡ് നോബ്ലസ്റ്റ് പേഴ്സൺ ഓഫ് ഹിസ് ടൈം, അവൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ്, ഏറ്റവും വലിയ, നോബ്ലസ്റ്റ്, ഏറ്റവും നല്ലവനായ, ഉന്നതനായ പേഴ്സണാവും. ആൻഡ് ഹുസ് ഫേസ്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖം, ഇൻ മാൻഹുഡ്, അവന് വലുതാകുന്ന സമയത്ത്, മേനാകുന്ന സമയത്ത്, ഷുഡ് ബിയർ, അവനെ വഹിക്കും, ബിയർ എന്ന് പറഞ്ഞാൽ വഹിക്കും, അല്ലേ? ഇൻ എക്സാക്റ്റ് റിസംബ്ലൻസ്, കൃത്യമായ ഛായ, അല്ലേ? റിസംബ്ലൻസ് എന്നാൽ സാമ്യത, അത് അല്ലെങ്കിൽ ഛായ, അത് വഹിക്കും. ടു ദി ഗ്രേറ്റ് സ്റ്റോൺ ഫേസ്, ഈ വലിയ സ്റ്റോൺ ഫേസിനോട്. അപ്പോൾ ഈ നാട്ടിൽ വരുന്ന നല്ലൊരു മനുഷ്യൻ, അയാൾക്കുണ്ടാകുന്ന മുഖം, അയാളുടെ മുഖം ഈ ഗ്രേറ്റ് സ്റ്റോൺ ഫേസിൻ്റെ രൂപത്തിലാകും എന്ന് അമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർ, അല്ലേ, കഥ പറയുന്ന ഒരു സാഹചര്യം നിങ്ങൾ നോക്കൂ ചിത്രത്തിൽ. അവിടെ പ്രൊഫസി എന്നതിൻ്റെ അർത്ഥം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ടെൽസ് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ, ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പറയുന്ന
സ്റ്റേറ്റ്മെൻറ്റിനാണ് നമ്മൾ പ്രൊഫസി എന്ന് പറയുന്നത്. അതാണല്ലോ അമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി നോക്കൂ, മെനി സ്റ്റിൽ ഹാഡ് ഫെയ്ത്ത്സ്. ഇപ്പോഴും, സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും, മെനി കൂടുതൽ ആളുകൾക്കും സ്റ്റിൽ ഹാഡ് ഫെയ്ത്ത്, ഇപ്പോഴും വിശ്വാസമുണ്ട്. ഇൻ ദ ഓൾഡ് പ്രൊഫസി, ആ പഴയ പ്രൊഫസിയിൽ. ബട്ട് അതേസ് ടുക്ക് ഇറ്റ് ടു ബി നത്തിങ്. മറ്റ് ചില ആളുകൾ അത് ഒന്നുമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ബട്ട് ഐഡിയൽ ടോക്ക്, ഒരു വെറും വർത്താനായിട്ടാണ് ചിലർ മനസ്സിലാക്കുന്നത്. അറ്റ് ആൾ ഇവൻസ്, എങ്ങനെ എല്ലാ സാഹചര്യത്തിലും സംഭവങ്ങളിലും, ദ ഗ്രേറ്റ് മാൻ ഓഫ് ദ പ്രൊഫസി ഹാഡ് നോട്ട് യെറ്റ് അപ്പിയർഡ്. ഇതുവരെ ദ ഗ്രേറ്റ് മാൻ ഓഫ് ദ പ്രൊഫസി, ഈ പ്രൊഫസിയിലുള്ള ഈ വലിയ ആൾ, ഹാഡ് നോട്ട് യെറ്റ് അപ്പിയർഡ്, ഇതുവരെ അപ്പിയർ ആയിട്ടില്ല അല്ലേ. അപ്പിയർ എന്നാൽ പ്രത്യക്ഷപ്പെടുക. അങ്ങനെ ഒരാൾ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നതാണ് സംഭവം. അപ്പോൾ കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കണം. ഓ മദർ ക്രൈഡ് ഏണസ്റ്റ്. ഏണസ്റ്റ് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ. അതിൽ സന്തോഷത്തിൻ്റെയൊക്കെ ഒരു ശബ്ദത്തിൽ നമ്മൾ ക്രൈഡ് എന്ന് പറയും, ഉറക്കെ പറഞ്ഞു എന്നർത്ഥം. ക്ലാപ്പിംഗ് ഹിസ് ഹാൻഡ്സ് എബോവ് ഹിസ് ഹെഡ്, കൈ ഇങ്ങനെ തലയുടെ മുകളിൽ ഇങ്ങനെ മുട്ടിയിട്ട് കൊട്ടിയിട്ട്, ഐ ഡു ഹോപ്പ് ദാറ്റ് ഐ ഷാൽ ലീവ് ടു സീ ഹിം. ഞാൻ വിശ്വസിക്കുന്നു, ഐ ഡു ഹോപ്പ്, ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഡു മുന്നിൽ വന്നാൽ തീർച്ചയായും എന്നർത്ഥം. ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. എന്താണ് വിശ്വസിക്കുന്നത്? ദാറ്റ് ഐ ഷാൽ ലീവ് ടു സീ ഹിം, ഞാൻ അയാളെ കാണുന്ന കാലഘട്ടത്തോളം ഞാൻ ജീവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹിസ് മദർ വാസ് എൻ അഫെക്ഷനേറ്റ്, അമ്മക്കൊരു പ്രത്യേക സ്നേഹമുള്ള അമ്മയായിരുന്നു. ആൻഡ് തോട്ട്ഫുൾ വുമൺ, ഒന്ന് കൂടുതൽ ചിന്തിക്കുന്ന അമ്മയായിരുന്നു. ഇറ്റ് വാസ് പ്രോപ്പർ, സാധാരണയായിരുന്നു. ഷീ തോട്ട്, അവൾ ചിന്തിക്കുക എന്നത്. അവൾ ചിന്തിച്ചു എന്താ? നോട്ട് ടു ഡിസ്കറേജ് ദ ഫാൻസിഫുൾ ഹോപ്സ് ഓഫ് ഹെർ ലിറ്റിൽ ചൈൽഡ് അല്ലേ. ഫാൻസിഫുൾ എന്നാൽ നല്ല രസകരമായ അല്ലെ സാങ്കല്പികമായ കുട്ടിയുടെ ആഗ്രഹങ്ങൾ തകർന്നു പോകരുത് എന്ന് അമ്മ ആഗ്രഹിച്ചു. ഡിസ്കറേജ് ആവരുത്, എപ്പോഴും നമ്മൾ എൻകറേജ് ചെയ്യുക, ഒരു പ്രോത്സാഹനം നൽകണം. അപ്പോൾ കുട്ടിയുടെ ഇതൊരു വെറും ഒരു സംസാരമാണെങ്കിലും കുട്ടിയുടെ ആ സ്വപ്നങ്ങൾ തകർന്നു പോകരുത് എന്ന് അമ്മ ആഗ്രഹിച്ചു. സോ ഹി സെഡ് ടു ഹിം, അതുകൊണ്ട് തന്നെ അവന് അമ്മയോട് പറഞ്ഞു, അമ്മ മകനോട് പറഞ്ഞു, പെർഹാപ്സ്, മിക്കവാറും നിനക്ക് കാണാൻ കഴിയും എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന്. ആൻഡ് ഏണസ്റ്റ് നെവർ ഫോർഗോട്ട് ദ സ്റ്റോറി, ഏണസ്റ്റ് ഒരിക്കലും ആ കഥ മറന്നില്ല. ദാറ്റ് ഹിസ് മദർ ടോൾഡ് ഹിം, അവനോട് പറഞ്ഞ. ഇറ്റ് വാസ് ആൾവേസ് ഇൻ ഹിസ് മൈൻഡ്, എപ്പോഴും അത് അവൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. വെനെവർ ഹി ലുക്ക്ഡ് അപ്പോൺ ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് അല്ലേ. അവൻ എല്ലാ ദിവസവും ഇങ്ങനെ ഗ്രേറ്റ് സ്റ്റോൺ ഫേസിലേക്ക് നോക്കൂല്ലേ, അവൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിലല്ലേ. അപ്പോൾ അപ്പോഴൊക്കെ അവനത് ചിന്തിച്ചു കൊടുത്തു. ഹി സ്പെൻഡ് ഹിസ് ചൈൽഡ്ഹുഡ് ഇൻ ദ ലോഗ് കോട്ടേജ്. ലോഗ് എന്നാൽ മരം കൊണ്ടുണ്ടാക്കിയ അവൻ്റെ ചെറിയ കോട്ടേജ് വീട്ടിൽ അവൻ താമസിച്ചു. വെൻ ഹി വാസ് ബോൺ, അവന് ജനിച്ചപ്പോൾ വാസ് ഡ്യൂട്ടിഫുൾ ടു ഹിസ് മദർ അല്ലേ. അവൻ്റെ അമ്മയോട് അവന് റെസ്പോൺസിബിൾ ആയിരുന്നു. ആൻഡ് ഹെൽപ്ഫുൾ ടു ഹെർ ഇൻ മെനി തിങ്സ്, പല കാര്യങ്ങളിലും അവളെ സഹായിക്കുകയും ചെയ്യുന്നു. ഹെൽപ്ഫുൾ ആയിരുന്നു അവൻ കേട്ടോ, നമ്മളൊക്കെ അങ്ങനെ ചെയ്യേണ്ടതാണ്. അസിസ്റ്റിംഗ് ഹെർ, അവളെ സഹായിക്കും. മച്ച് ഇൻ ഹിസ് ലിറ്റിൽ ഹാൻഡ്സ് അല്ലേ, വിത്ത് ഹിസ് ലിറ്റിൽ ഹാൻഡ്സ്, അവൻ്റെ ചെറിയ കൈകളെ കൊണ്ട് നന്നായിട്ട് അവനിങ്ങനെ അമ്മയെ സഹായിക്കും. അപ്പോഴോ അങ്ങനെയായിരുന്നു അവൻ്റെ സ്വഭാവം. അസിസ്റ്റിംഗ് ഹെർ, അവളെ സഹായിച്ചുകൊണ്ട്. മച്ച് വിത്ത് ഹിസ് ലിറ്റിൽ ഹാൻഡ്സ് ആൻഡ് മോർ വിത്ത് ഹിസ് ലവിങ് ഹാർട്ട് അല്ലേ, അവൻ്റെ ഇഷ്ടപ്പെടുന്ന ആ ഹൃദയം കൊണ്ടൊക്കെ സഹായിക്കും. ഇൻ ദിസ് മാനർ, ഇങ്ങനെ ഫ്രം എ ഹാപ്പി യെറ്റ് ഓഫൺ പെൻസീവ് ചൈൽഡ് അല്ലേ. പെൻസീവ് എന്നാൽ ദുഃഖാർത്ഥനായ, ഒരു ദുഃഖാർത്ഥനായ കുട്ടി എന്നാൽ ചിലപ്പോൾ ദുഃഖാർത്ഥനാണ്. ഓഫൺ എന്ന് പറഞ്ഞാൽ പലപ്പോഴും, പക്ഷേ ഹാപ്പിയാണ്. ഹി ഗ്രൂ അപ്പ് ടു ദ മൈൽഡ് ആൻഡ് ക്വൈറ്റ് യൂത്ത് അല്ലേ, വളരെ മൈൽഡായിട്ടുള്ള, മൈൽഡ് എന്നാൽ ശാന്തമായ യുവത്വത്തിലേക്ക് അവനിങ്ങനെ വളർന്നു വന്നു. ഏണസ്റ്റ് ഹാഡ് നോ ടീച്ചർ, അവന് ടീച്ചർ ഉണ്ടായിരുന്നില്ല, അവന് സ്കൂളിലൊന്നും പോയിട്ടില്ല. ബട്ട് ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് ബിക്കെയിം വൺ ടു ഹിം, അവന് ഈ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് ഒരു വലിയ ടീച്ചറായി മാറി. വെൻ ദ വർക്ക് ഓഫ് ദി ഡേ വാസ് ഓവർ, ഒരു ദിവസത്തെ പണി കഴിയുന്ന സമയത്ത്, ഓവർ എന്ന് പറഞ്ഞാൽ കഴിയുക, ഹി വുഡ് ഗെയ്സ് അറ്റ് ഇറ്റ്, ആ ഗ്രേറ്റ് സ്റ്റോൺ ഫേസിലേക്ക് നോക്കി നിൽക്കും ഫോർ അവേഴ്സ്, മണിക്കൂറുകളോളം. ആൻഡിൽ ഹി ബിഗാൻ ടു ഇമേജിൻ
അവന് ഇമാജിൻ ചെയ്യുന്നതിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദാറ്റ് ദോസ് വാസ്റ്റ് ഫീച്ചേഴ്സ് റെക്കഗ്നൈസ്ഡ് ഹിം, അല്ലേ? അവനിങ്ങനെ ഇമാജിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ വലിയ പാറയെക്കുറിച്ച് പറഞ്ഞ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ അവനെ ഇങ്ങനെ ഇങ്ങോട്ട് പരിഗണിക്കുന്ന പോലെ തോന്നി. ആൻഡ് ഗേവ് ഹിം എ സ്മൈൽ ഓഫ് കൈൻഡ്നെസ് ആൻഡ് എൻകറേജ്മെൻറ്റ്. അവനെ എൻകറേജ് ചെയ്യുക, അവനെ മുന്നോട്ട് നയിക്കുന്ന ദയയുടെ പുഞ്ചിരി എല്ലാ ദിവസവും അവന് കിട്ടിക്കൊണ്ടിരുന്നു. എബൌട്ട് ദിസ് ടൈം, ഏകദേശം ഈ സമയത്ത് ദർ വെൻ്റ് എ റൂമർ ത്രൂ ഔട്ട് ദ വാലി, ഇല്ലേ? നാട്ടിൽ മൊത്തം ഒരു റൂമർ എന്നാൽ ആളുകളിങ്ങനെ പരസ്പരം പറയുന്ന വാക്കുകൾ. എന്താണ്? ദാറ്റ് ഗ്രേറ്റ് മാൻ, വലിയ ആൾ, ഹു വാസ് ടു ബിയർ എ റിസംബ്ലൻസ് ടു ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസിനോട് വലിയൊരു റിസംബ്ലൻസ്, സാമ്യതയുള്ള ഒരാൾ, ഹാഡ് അപ്പിയേർഡ് അറ്റ് ലാസ്റ്റ്, അവസാനം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നൊരു റൂമർ എന്ന് പറഞ്ഞാൽ ആരാ പറഞ്ഞെന്നറിയാതെ പരസ്പരം ഇങ്ങനെയുള്ള ഒരു സംസാരം. ഇറ്റ് സീംസ് ദാറ്റ്, അത് തോന്നുന്നുണ്ട്, മെനി ഇയേഴ്സ് ബിഫോർ, അല്ലേ? ഒരുപാട് വർഷങ്ങൾക്ക് അന്ന് പറഞ്ഞിരുന്നല്ലോ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എ യങ് മാൻ ഹാഡ് ലെഫ്റ്റ്, അല്ലേ? മുമ്പ്, ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ്, എ യങ് മാൻ ഹാഡ് ലെഫ്റ്റ് ദ വാലി, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ നാട്ടിൽ നിന്ന് പോയിരുന്നു. ആൻഡ് സെറ്റിൽഡ് അറ്റ് എ ഡിസ്റ്റൻറ്റ് സീപോർട്ട്, ഒരു വലിയ ഡിസ്റ്റൻറ്റ് വിദൂരത്തിലുള്ള സീപോർട്ടിൽ, ഒരു കടൽ കപ്പലുകളൊക്കെ അടുക്കുന്ന സീപോർട്ടിൽ അവന് പോയിരുന്നു. ഗാദർ ഗോൾഡ് അദ്ദേഹത്തിൻ്റെ പേരാണ്. ഗാദർ ഗോൾഡ് വിച്ച് വാസ് ഹിസ് നെയിം ഹാഡ് സെറ്റപ്പ് എ ഷോപ്പ് കീപ്പർ, സെറ്റപ്പ് ആസ് എ ഷോപ്പ് കീപ്പർ, അദ്ദേഹം അവിടെ ഒരു ഷോപ്പ് കീപ്പറായിരുന്നു. ആൻഡ് ബീങ് ഷാർപ്പ് ഇൻ ബിസിനസ് മാറ്റേഴ്സ്, ബിസിനസ്സിലൊക്കെ വളരെ ഷാർപ്പായ ശേഷം, ഹാഡ് ബിക്കം സോ വെരി റിച്ച്, വളരെ റിച്ചായി, ധനികനായി, ദാറ്റ് ഇറ്റ് വുഡ് ഹാവ് ടേക്കൺ ഹിം 100 years, അല്ലേ? ഓൺലി ടു കൗണ്ട് ഹിസ് വെൽത്ത്, അദ്ദേഹത്തിൻ്റെ വെൽത്ത്, സമ്പത്ത് കൗണ്ട് ചെയ്യാനൊരു 100 വർഷമെങ്കിലും ആവും. അത്ര വലിയൊരു ധനികനായി അയാൾ മാറി. ഇൻ ടൈം, അങ്ങനെ കാലത്ത്, ഇൻ ടൈം ഹി തോട്ട്, ആ സമയത്ത് അദ്ദേഹം ചിന്തിച്ചു, ഓഫ് ഹിസ് നാറ്റീവ് വാലി, അവൻ്റെ പ്രദേശത്തെക്കുറിച്ച്, തായ്വരയെക്കുറിച്ച്. ആൻഡ് ഡിസൈഡഡ്, തീരുമാനിച്ചു, ടു ഗോ ബാക്ക് ദർ, അവിടേക്ക് തിരിച്ചു പോകാൻ. ആൻഡ് എൻഡ് ഹിസ് ഡേയ്സ് വെർ ഹി ഹാഡ് ബീൻ ബോൺ, അവന് ജനിച്ച ആ സ്ഥലത്ത് അവൻ്റെ ദിവസങ്ങളൊക്കെ അവസാനിപ്പിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നി. നോക്കൂ, ഈ പേജിലാകെ ഒരു എക്സ്ട്രാ ഒരു അർത്ഥം മാത്രമാണ് കൊടുത്തുള്ളത്. പെൻസീവ് എന്ന് പറഞ്ഞാൽ തോട്ട്ഫുൾ കേട്ടോ, പെൻസീവ്, തോട്ട്ഫുൾ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഏണസ്റ്റ് ഹാഡ് ബീൻ ഡീപ്ലി സ്റ്റിർഡ് ബൈ ദ ഐഡിയ, അല്ലേ? സ്റ്റിർഡ് എന്ന് പറഞ്ഞാൽ പരിഭ്രാന്തനായി. ഏണസ്റ്റ് ഈ ഐഡിയയിൽ വളരെ പരിഭ്രാന്തനായി. ഒരു പൈസക്കാരനാണ് എന്ന് വിചാരിച്ചിട്ട് അയാൾ ഈ കൈൻഡായിട്ടുള്ള സ്റ്റോൺ ഫേസിനോട് സാദൃശ്യമാണ്ട സാധ്യത ഉണ്ടോ? ഇല്ലല്ലോ, അത് നല്ലൊരു മനുഷ്യനല്ലേ. അങ്ങനെ ആൾക്കാർ പറയുകയും ചെയ്തു. പക്ഷേ ഈ ഐഡിയയിൽ അദ്ദേഹം പരിഭ്രാന്തനായി. ദാറ്റ് ഗ്രേറ്റ് മാൻ, ദ നോബൽ മാൻ, അല്ലേ? നോബൽ മാൻ, ഗ്രേറ്റ് മാൻ ഒക്കെ ഒരേ അർത്ഥം. ദ മാൻ ഓഫ് പ്രൊഫസി, അല്ലേ? പ്രൊഫസിയിലുള്ള ആ മനുഷ്യൻ, ആഫ്റ്റർ സോ മെനി ഏജസ് ഓഫ് ഡിലേ, ഒരുപാട് വർഷങ്ങൾ പിന്തിയ ശേഷം, ഡിലേ എന്ന് പറഞ്ഞാൽ പിന്ത്, വാസ് അറ്റ് ലങ്സ് എന്ന് പറഞ്ഞാൽ അറ്റ് ലാസ്റ്റ് ടു ബി സീൻ ഇൻ ഹിസ് നാറ്റീവ് വാലി, അല്ലേ? നാട്ടിലിങ്ങനെ കാണാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിഭ്രമം. വൈൽ ദ ബോയ് വാസ് സ്റ്റിൽ ഗൈസിങ് അപ്പ് ദ വാലി, കുട്ടി ഇങ്ങനെ വാലിയിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കുകയായിരുന്നു, ഗെയ്സ് ചെയ്യായിരുന്നു. വൺ ഡേ, ഒരു ദിവസം, ആൻഡ് ഇമാജിനിങ് ദാറ്റ് ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് റിട്ടേൺഡ് ഹിസ് കേസിൽ, അങ്ങോട്ട് നോക്കും, സ്റ്റോൺ ഫേസ് ഇങ്ങോട്ട് തിരിച്ചു നോക്കുമെന്ന് അവനിങ്ങനെ മനസ്സിലാക്കും. ദ നോയ്സ് ഓഫ് ദ വീൽസ് വാസ് ഹേർഡ്, അല്ലേ? ആ സമയത്താണ് വീൽസ്, ചക്രങ്ങളുടെ ശബ്ദം, നോയ്സ് ഇങ്ങനെ കേൾക്കുന്നത്. ആൻഡ് എ ക്രൗഡ് ഓഫ് പീപ്പിൾ ക്രൈഡ്, ഒരു കൂട്ടം ആളുകൾ ക്രൈഡ്, ഉറക്കെ നിലവിളിച്ചു, ഉറക്കെ പറഞ്ഞു, ഹിയർ കംസ് ദ ഗ്രേറ്റ് മിസ്റ്റർ ഗാദർ ഗോൾഡ്, ഇതാ വലിയ നേതാവ് ഗാദർ ഗോൾഡ് കടന്നു വരുന്നു. എ ക്യാരേജ്, അല്ലേ? ഒരു രഥം, അല്ലേ? പണ്ടത്തെ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വാഹനത്തിൽ നമ്മൾ രഥം എന്ന് പറയില്ലേ? എ ക്യാരേജ് ഡ്രാൺ ബൈ 4 horses, 4 കുതിരകൾ ഭരിക്കുന്ന ഒരു രഥം. ഡാഷ്ഡ് റൗണ്ട് ദ ടേൺ ഓഫ് ദ റോഡ്, അല്ലേ? ഈ റോഡിൻ്റെ ആ ടേണിങ്, അല്ലേ? റോഡിലൂടെ അങ്ങനെ സഞ്ചരിച്ചു എന്നർത്ഥം. വിത്ത് ഇൻ ഇറ്റ്, അതിൽ, ത്രസ്റ്റ് പാർട്ടി വിത്തിൻ ഇറ്റ്, ത്രസ്റ്റ്, അല്ലേ?
partly out of the window appeared face of an old man with yellow skin. ത്രസ്റ്റി എന്നാൽ തള്ളി നിൽക്കുക എന്നർത്ഥം. ത്രസ്ലി പാർട്ട്ലി ഔട്ട്, രണ്ടിൻ്റെ അർത്ഥം. ത്രസ്റ്റ് പാർട്ട്ലി ഔട്ട്, കുറച്ച്, പാർട്ട്ലി തന്നെ കുറച്ചിട്ടോ, പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിട്ട് ഓഫ് ദ വിൻഡോ അപ്പിയർഡ്, അവിടെ പ്രത്യക്ഷപ്പെട്ടു. എ ഫേസ് ഓഫ് എ മാൻ, ഓൾഡ് മാൻ, ഒരു വയസ്സായ ഒരാളുടെ മുഖം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. യെല്ലോ സ്കിൻ, ഒരു മഞ്ഞ സ്കിന്നുള്ള. ദ വെരി ഇമേജ് ഓഫ് ദ ഗ്രേ സ്റ്റോൺ ഫേസ്, ശരിക്കും, വെരി എന്നാൽ ശരിക്കും, ആക്ച്വൽ എന്ന് ആളുകൾ അതിൻ്റെ വാക്ക്. ദ വെരി ഇമേജ് ഓഫ് ഗ്രേ സ്റ്റോൺ ഫേസ്, ശരിക്കും സ്റ്റോൺ ഫേസിൻ്റെ അതേ മുഖം. ഷൗട്ടഡ് ദ പീപ്പിൾ, ജനങ്ങൾ ഒച്ച വെച്ചു. ഷുവർ ഇനഫ്, തീർച്ചയായും, നന്നായിട്ട്. ദ ആൾ പ്രൊഫസി ഈസ് ട്രൂ, പഴയ പ്രവചനം ശരിയാണ്. ഹിയർ, ഇവിടെ, വി ഹാവ് ദ ഗ്രേറ്റ് മാൻ അറ്റ് ലാസ്റ്റ്, അവസാനം നമ്മൾ ആ ഗ്രേറ്റ് മാൻ വന്നിട്ടുണ്ട്. ആൻഡ് വാട്ട് ഗ്രേറ്റ്ലി പസിൽഡ് ഏണസ്റ്റ്, നമ്മുടെ ഏണസ്റ്റിനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കിയത്. പസിലി എന്നൊക്കെ ഒന്ന് പറയില്ല, നമ്മൾ ആശയക്കുഴപ്പം എന്നാണ് അർത്ഥം. ആശയക്കുഴപ്പാക്കുന്ന കളിയാണ് പസില്. പസിൽഡ് ഏണസ്റ്റിനെ ആശയക്കുഴപ്പത്തിലാക്കിയത്. ദ സീംഡ് ആക്ച്വലി, അവർ തോന്നിച്ചു എന്താ, ആക്ച്വലി ടു ബിലീവ് ദാറ്റ് ഹിയർ വാസ് ദ ലൈക്ക്നെസ് വിച്ച് ദേ സ്പോക്ക് ഓഫ്, അല്ലേ? എന്താണ് സീംഡ് ആക്ച്വലി ടു ബിലീവ് ദാറ്റ് ഹിയർ വാസ് ദ ലൈക്ക്നെസ് വിച്ച് ദേ സ്പോക്ക് ഓഫ്, ഇവിടെ അവർ സംസാരിച്ച ആ എന്താണ് സാമ്യത, അതായിരുന്നു അവനെ ആകെ പസിലാക്കിയത്. ആ സാമ്യത ഉണ്ടോ ഇല്ലേ? ഹീ ടേൺഡ് അവേ, അവൻ തിരിഞ്ഞു നടന്നു. സാഡ്ലി, വളരെ ദുഃഖത്തോടെ. ഫ്രം ദ റിങ്കിൾഡ് ഷ്രേഡ്നെസ് ഓഫ് ദാറ്റ് അൺപ്ലസൻറ്റ് ഫേസ്. ഷ്രേഡ്നെസ് എന്ന് പറഞ്ഞാൽ കൗശലം എന്നൊക്കെ അർത്ഥം. ആ റിങ്കിൾഡ് ആണ് ചുളിഞ്ഞ, അല്ലേ? അപ്പോൾ അൺപ്ലസൻറ്റ് ഫേസ് ആയിട്ടുള്ള വളരെ ദുഃഖിതനായിട്ട് അവൻ അവിടെ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. ആൻഡ് ഗേസ്ഡ് അപ്പ് ദ വാലി, അല്ലേ? വാലിയിലേക്ക് അവനിങ്ങനെ തുറച്ചു നോക്കി. വെർ ദ സ്റ്റോൺ ഫേസ് സ്ട്രീംഡ് ടു സേ, സ്റ്റോൺ ഫേസ് ഇങ്ങനെ പറയുന്നതായിട്ട് കാണപ്പെട്ടു. ഹീ വിൽ കം, അവൻ വരും. ഫിയർ നോട്ട്, പേടിക്കണ്ട. ഏണസ്റ്റ് ദ മാൻ വിൽ കം, അയാൾ ഇനിയും വരും. അപ്പോൾ ഏണസ്റ്റിന് ഇത് അയാളാണ് എന്ന് ഒരിക്കലും തോന്നിയില്ല. അതുകൊണ്ട് അവനിങ്ങനെ സ്റ്റോൺ ഫേസിലേക്ക് ഇങ്ങനെ നോക്കി. അപ്പോൾ സ്റ്റോൺ ഫേസ് തിരിച്ചു പറയുന്നതായിട്ട് തോന്നി. ഹീ വിൽ കം, ഫിയർ നോട്ട് ഏണസ്റ്റ് പേടിക്കണ്ട, അവന് വരും. ദ മാൻ വിൽ കം, അദ്ദേഹം വരും. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് സ്റ്റോൺ ഫേസിൻ്റെ ഫസ്റ്റ് പാർട്ടിലെ അതിൽ തന്നെയുള്ള ഫസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ അർത്ഥം വെച്ചത്. നമ്മളിതിൻ്റെ അർത്ഥങ്ങളൊക്കെ നോട്ട് പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതുക. ഇനി രണ്ടാമത്തെ പാർട്ട് എല്ലാവരും അർത്ഥം വെച്ച് ഒന്ന് വായിച്ച് നോക്കുക. ഇത്രയുമാണെന്ന് നമുക്ക് പറയാനുള്ളത്. എല്ലാവരും അർത്ഥം എഴുതിയതിന് ശേഷം ഞാൻ പറയുന്ന സമയത്ത് അത് കാണിച്ചു തരണം എന്നുകൂടി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.